എല്ലാ കാര്യങ്ങളും പറയേണ്ടതുണ്ടോ? ചില മിണ്ടാതിരിപ്പുകൾ 1000 വാക്കുകളേക്കാൾ ശക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പറയണമെന്ന് തോന്നും. പക്ഷേ ചാണക്യൻ പറയുന്നു, മിണ്ടാതിരിക്കുക തന്നെ ചിലപ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിയാണ്. മൗനം ഹി രഹസ്യസ്യ രക്ഷണം. അർത്ഥം: മൗനം പാലിക്കുന്നവനാണ് രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നവൻ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞരിൽ ഒരാളാണ് ചാണക്യൻ. രാഷ്ട്രീയം, സാമ്പത്തികശാസ്ത്രം, വ്യക്തിജീവിതം എന്നിവയെക്കുറിച്ച് അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു. എന്നാൽ ചാണക്യന്റെ തത്വങ്ങളിൽ ഏറ്റവും ലളിതവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമായ ഒരു പാഠമുണ്ട്. വാക്ക് ഒരിക്കൽ പുറത്തുവന്നാൽ അത് മടങ്ങിവരില്ല. ഈ ഒരൊറ്റ വാചകം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനം ചെറുതല്ല. പലരും നിശബ്ദതയെ ഭീരുത്വമായോ സംസാരിക്കാനുള്ള കഴിവില്ലായ്മയായോ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ചാണക്യന്റെ കാഴ്ചപ്പാടിൽ മിണ്ടാതിരിക്കുക എന്നത് ഭയമല്ല, അത് സ്വയം നിയന്ത്രണമാണ്. ഒരു ബുദ്ധിമാൻ തന്റെ വികാരങ്ങളെ വാക്കുകളായി പുറത്തുവിടുന്നതിനേക്കാൾ അവയെ ഉള്ളിൽ നിയന്ത്രിച്ച് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നു. സംയമനത്തോടെയുള്ള ഈ നിശബ്ദത നമുക്ക് നൽകുന്ന 2 വലിയ നേട്ടങ്ങളുണ്ട്. അതീവ നിരീക്ഷണം. നമ്മൾ സംസാരിക്കുമ്പോൾ ലോകം കേൾക്കുന്നില്ല. നമ്മൾ നിശബ്ദമായിരിക്കുമ്പോൾ ലോകം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. നിശബ്ദമായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കേൾക്കാനും ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനും കഴിയുന്നു. ഒരു സാഹചര്യത്തെക്കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കാൻ ഈ നിരീക്ഷണ ശക്തി അത്യന്താപേക്ഷിതമാണ്. യഥാർത്ഥ ബുദ്ധിയുടെ ഉദയം. കേൾവിയുടെയും നിരീക്ഷണത്തിന്റെയും ഫലമായി ലഭിക്കുന്ന ഉൾക്കാഴ്ചകളാണ് യഥാർത്ഥ ബുദ്ധിയായി മാറുന്നത്. എപ്പോൾ സംസാരിക്കണം, എന്തുകൊണ്ട് സംസാരിക്കണം, ആരോട് സംസാരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധം അവിടെ നിന്നാണ് ഉദിക്കുന്നത്. ചില കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ നാം പ്രത്യേക ജാഗ്രത പുലർത്തണം. ഒരു രഹസ്യം, അതല്ലെങ്കിൽ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതി ആസൂത്രണം, അല്ലെങ്കിൽ തീവ്രമായ ഒരു വികാരം, ഇവ പുറത്തുവിടുന്നതിന് സമയവും സ്ഥലവും ആളും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഒരു വിത്ത് പാകിയാൽ അത് മുളയ്ക്കാൻ അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയും വേണം. അതുപോലെ നമ്മുടെ വാക്കുകൾക്ക് വിജയം നൽകണമെങ്കിൽ അവ പുറത്തുവിടാൻ അനുയോജ്യമായ സാഹചര്യമുണ്ടായിരിക്കണം. അപകടകരമായ ഒരു രഹസ്യം തെറ്റായ വ്യക്തിയോട് പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതം തകർക്കും. പൂർണ്ണമായി രൂപപ്പെടാത്ത ഒരു പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചാൽ അത് കുളമാകാൻ സാധ്യതയുണ്ട്. എതിരാളികൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ അത് അവസരം നൽകും. വാക്കുകൾ പുറത്തുവിടുന്നതിന് ചാണക്യൻ നൽകുന്ന പ്രാഥമിക നിയമം ഇതാണ്: നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ അവ രഹസ്യമാക്കി വെക്കുക. മനുഷ്യൻ വരുത്തുന്ന പിഴവുകളിൽ ഭൂരിഭാഗവും അവന്റെ നാവിൽ നിന്ന് വരുന്നതാണ്. കോപം, സങ്കടം, അഹങ്കാരം തുടങ്ങിയ വികാരങ്ങളുടെ തീവ്രതയിൽ നമ്മൾ പറയുന്ന ഒരൊറ്റ വാക്കുമതി എല്ലാം തകർന്നു വീഴാൻ. കോപത്തിൽ വരുന്ന വാക്ക്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കോപത്തിൽ നമ്മൾ ഏറ്റവും അടുപ്പമുള്ളവരോട് പറയുന്ന ഒരു വാക്കുമതി വർഷങ്ങളായുള്ള ബന്ധങ്ങൾ തകർക്കാൻ. കാരണം ആ വാക്ക് പറഞ്ഞ നിമിഷം അതവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. മാപ്പ് ചോദിച്ചാലും ആ മുറിപ്പാട് അവിടെ തന്നെ അവശേഷിക്കും. അഹങ്കാരത്തിന്റെ വാക്ക്. അമിതമായ ആത്മവിശ്വാസം കാരണം മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാനായി പറയുന്ന വാക്ക് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകാം. വാക്കുകൾ ഒരു അമ്പ് പോലെയാണ്. അമ്പ് വില്ലിൽ നിന്ന് തെറ്റിയാൽ
അത് എവിടെയാണ് തറയ്ക്കുക എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അത് തിരിച്ചെടുക്കാനും കഴിയില്ല. വാക്കുകളുടെ ഈ തീവ്രമായ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചാണക്യൻ ഇപ്രകാരം പറഞ്ഞത്: ബുദ്ധിമാൻ തന്റെ വാക്കുകൾ ഒരു വാളിനേക്കാൾ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം. വാളുകൊണ്ട് മുറിവേറ്റാൽ അത് ഉണങ്ങിയേക്കാം. എന്നാൽ വാക്കുകൾ കൊണ്ട് മുറിവേറ്റാൽ അത് മനസ്സിനെ ദീർഘകാലം വേട്ടയാടും. അതിനാൽ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. നിങ്ങളുടെ വാക്ക് ഏറ്റവും ഉചിതമായ ലക്ഷ്യത്തിലേക്ക് മാത്രം പോകുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നിശബ്ദത ശക്തിയാണ്. സംയമനം വിജയമാണ്. വാക്കുകൾ കുറച്ച് ശ്രദ്ധയോടെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ വിജയം നേടും.